ഇരവിപുരം സീറ്റ് തർക്കത്തിൽ RSP നേതാവ് A. അസീസിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ്. അസീസിന്റെ പരിഹാസത്തിന് മറുപടിയില്ലെന്നും വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടെന്നും ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. മുന്നണി മര്യാദ ബലഹീനതയായി കാണേണ്ടെന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം പറഞ്ഞു. ലീഗിന് ദുരാഗ്രഹം ആണെന്നായിരുന്നു അസീസിന്റെ പരാമർശം. വിവരങ്ങളുമായി ഷമീർ അബ്ദുൽ ചേരുകയാണ്. ഷമീർ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി പോകേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ വലിയ തർക്കത്തിലേക്ക് പോകുമ്പോൾ ലീഗ് ഒരല്പം കാര്യം കണ്ടറിഞ്ഞ് കൂടുതൽ ശക്തമായ ഒരു പ്രതികരണത്തിലേക്ക് നടത്തുന്നില്ല. പക്ഷേ അത് സംസ്ഥാന നേതൃത്വത്തെ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രുജീഷ, ഇതിൽ A. അസീസ് പരാമർശത്തോട് അങ്ങനെ തിരിച്ച് രൂക്ഷമായി പ്രതികരിക്കേണ്ട എന്നാണ് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സുൽഫിക്കർ സലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഈ പ്രതികരണം നടത്തിയ അസീസിനെതിരെ രൂക്ഷമായി അദ്ദേഹം ചില കാര്യങ്ങൾ എഴുതിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് നടന്ന സമയം മുതൽ, അതായത് RSP മത്സരിച്ചതും പരാജയപ്പെട്ടതും തുടങ്ങിയ സമയങ്ങളിലുള്ള RSPയുടെ വോട്ട് ഷെയറിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിന് ശേഷം ലീഗ് പരസ്യ പ്രതികരണം നടത്താനിരിക്കെയാണ് സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട, ഈ വിഷയത്തിൽ ഇപ്പോൾ തൽക്കാലം അസീസിന് മറുപടി നൽകണ്ട എന്ന നിലപാടിലേക്ക് പോയത്. അസീസ് പറഞ്ഞത് 4-3-7 പേർ മാത്രമാണ് കൊല്ലത്തുള്ളത് ലീഗിന്. അവരാണ് ഇരവിപുരം സീറ്റ് ആവശ്യപ്പെടുന്നത്. തെക്കൻ കേരളത്തിൽ ഇത്തരത്തിൽ ലീഗ് വലിയ രീതിയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പുനലൂർ സീറ്റ് വെച്ച് മാറുന്ന കാര്യത്തിൽ ഒരു ചർച്ച ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അവർ പരമ്പരാഗതമായി മുമ്പ് മത്സരിച്ചു വന്ന ഇരവിപുരം സീറ്റ് അവർ ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ, ഈ സീറ്റ് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ, അങ്ങനെ ഒരു പരാമർശം ജില്ലാ പ്രസിഡന്റ് നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് RSP ഇത്തരത്തിൽ ലീഗിനെ കടന്നാക്രമിക്കുന്ന തരത്തിൽ RSPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം A. അസീസ് പ്രതികരിച്ചത്. അതുകൊണ്ട് A. അസീസിന്റെ പ്രായം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലൊരു മറുപടി തിരികെ ലീഗ് നൽകണ്ട, സംസ്ഥാന നേതൃത്വം RSPയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിക്കും, ഇതിനുശേഷം മാത്രം മതി പരസ്യ പ്രതികരണം എന്ന നിലപാടിലാണ് ഇപ്പോൾ ലീഗ് ഉള്ളത്. രുജീഷ്. ശരി ഷമീർ.